വിശുദ്ധ റജബ് വിട പറഞ്ഞു ഷഅബാനിലേക്ക് കയറിയാലും നമ്മൾ ദുആയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ അങ്ങനെയാണ് ദ്വാരക്കേണ്ടത്. ചില ആളുകൾ റജബ് കഴിഞ്ഞിട്ടും എന്താണ് ദുആയിൽ റജബ് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്. അത് ഈ ബർക്കത്ത് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. റജബ് കഴിഞ്ഞാലും നമുക്കങ്ങനെ ദുആ ചെയ്യാം. ഒന്ന് രണ്ട് കാരണങ്ങളാണ് അതിന് കാരണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിന്റെ ആരംഭത്തിൽ ഈ ദുആ പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. പിന്നെ റജബ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ നിന്ന് റജബ് ഒഴിവാക്കി ശഅബാനിൽ മാത്രം ചുരുങ്ങി എന്ന റിപ്പോർട്ട് കിതാബുകളിൽ ഇല്ല. ഒരു കാരണം. അപ്പൊ തങ്ങൾ ദുആ ചെയ്തതുപോലെ നമ്മളും ദുആ ചെയ്യാം. ഇനി അർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അതിന് യാതൊരു പന്തികേടുമില്ല. കാരണം അല്ലാഹുമ്മ പടച്ചോനെ ബാരിക് ലനാ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ ഫീ റജബിൻ, റജബിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റജബിൽ ചെയ്തു വെച്ച അമലിൽ നീ ബർക്കത്ത് ചെയ്യണേ. സംഗതി കഴിഞ്ഞാലും നമ്മൾ ചെയ്തു വെച്ച അമലുകളുണ്ട്, അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്താൽ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമാഗ് എന്നാണ് അതിനർത്ഥം. നമാഗ് എന്ന് പറഞ്ഞാൽ വർദ്ധനവ്. നമ്മൾ ചെയ്തു വെച്ച അമലുകളിൽ നമ്മൾ അറിയാതെ അള്ളാഹു തആല വികസനം നടത്തിയാൽ അതിന് തന്നെയാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് റജബ് കഴിഞ്ഞു എന്നതിനാൽ ചില ആളുകൾ ദുആയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വ റമളാൻ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ ദ്വാരക്കുന്നുണ്ട്. അത് നല്ലതല്ല. റജബ് കൂടി കൂട്ടി ദുആ ചെയ്യലാണ് നല്ലത്. ബർക്കത്തിന് എതിരാകുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്ന്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സമയമാണ്. സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിലുള്ളത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്ന സൂറത്തുൽ കഹ്ഫിന്റെ നേരെ മുന്നേയുള്ള സൂറത്തുൽ ഇസ്രാ. അതിലുള്ളതും സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാണ്. ഈ രണ്ട് സൂറത്തുകൾ ചേർന്ന് നിൽക്കുമ്പോ ആ രണ്ട് സൂറത്തിലും ആരംഭത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ച് അബ്ദ് 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 എന്നാണ് ഉപയോഗിച്ചത്. ഈ പ്രയോഗത്തെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന സമുന്നതമായ സ്ഥാനം അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നതാണ്. അള്ളാഹിന്റെ അടിമയായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക. ആ അവസരം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ മഹാന്മാർ അള്ളാഹു അബ്ദാക്കി കൊടുക്കുന്ന ആളുകളാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ അള്ളാഹിന്റെ അടിമയാണെന്ന്, പക്ഷെ അടിമ ആവൂല. പലപ്പോഴും പിശാചിന്റെ അടിമകളായിരിക്കും. അവന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ബർക്കത്ത് ഏറ്റ് വാങ്ങാനുള്ള ഏക പോംവഴി. അതിന് പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അപ്പൊ ഈ ദിവസത്തിൽ നമ്മുടെ ഹൃദയം തുറക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അമലുകളാണ് സാന്ദർഭികം എന്ന നിലയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട ഹദീസുകളിൽ സുപ്രധാനമായ ഒന്ന്, സൂറത്തുൽ കഹ്ഫ് പാരായണം പതിവാക്കിയാൽ ഉസിമ ഫിത്നത്ത ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവൻ സുരക്ഷിതനാണ് എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ്. യഥാർത്ഥ ദജ്ജാൽ വരുന്നുണ്ട്, എന്നാലും ശൈത്താനും ദജ്ജാൽ തന്നെയാണ്. ആദം അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് ഖിയാമത്ത് നാൾ വരെ ഭൂമിയിലുള്ള എല്ലാവരുടെയും കൂടെ ഒരർത്ഥത്തിൽ ദജ്ജാലുണ്ട്. ദജ്ജാല് സത്യവും കളവും കൂട്ടിക്കലർത്തിയിട്ട് മനുഷ്യനെ സ്വൈപ്പാക്കലാണ് അവന്റെ പ്രധാനപ്പെട്ട അജണ്ട. ഇബ്ലീസും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഒരേ കമ്പനിയാണ്. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വരും. വ്യത്യസ്ത സ്വഭാവങ്ങളിൽ, ഭാവങ്ങളിൽ, രൂപങ്ങളിൽ, ഭാഷകളിൽ. മരിക്കാൻ പോകുന്ന ആളുടെ ഹൃദയത്തിൽ ഈമാൻ പിഴുതെറിയാൻ പാടുപെട്ട് പരിശ്രമിക്കാൻ സമീപത്തെത്തും. ആ സമയത്ത് അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പതിവായി സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചയിൽ പാരായണം ചെയ്യുന്ന അടിമക്ക് യഥാർത്ഥത്തിൽ കഴിയുന്നതാണ്. കാരണം ഒരു വലിയ സുരക്ഷിത വലയം തീർക്കുന്ന അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
രണ്ടാമത്തത് വെള്ളിയാഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലേണ്ട ഒരു അമലാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഏത് പരീക്ഷണ പ്രതിസന്ധി പോർക്കളത്തിലും മനക്കരുത്ത് കൈവിടാതെ പിടിച്ചു നിൽക്കാൻ നമ്മെ പാകപ്പെടുത്തുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അമല് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. മുത്തുനബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത വിധാനത്തിലായിരിക്കും. ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഉണ്ടാവും. ഇങ്ങനെ കുറെ വാള് കേൾക്കുമ്പോ, കുറെ കിതാബ് കാണുമ്പോ അല്ലെങ്കിൽ വായിക്കുമ്പോ ഒക്കെ സ്നേഹം ഇങ്ങനെ കിളിർത്ത് വരും. അതൊരു അടിസ്ഥാന സ്നേഹമാണ്. ചില ആളുകൾക്ക് അങ്ങനെയല്ല. വാള് പറഞ്ഞിട്ടില്ലെങ്കിലും കേട്ടിട്ടെങ്കിലും കൽബ് നിറയെ സദാ തുളുമ്പുന്ന ഓർമ്മയായിരിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. വേറെ ചില ആളുകൾക്ക് അവർ കണ്ണങ്ങണ്ട് തുറന്നാൽ ഏത് നാട്ടിലാരെയും കാണുന്നൊക്കെ മദീന പോലെ ആയിരിക്കും. സ്നേഹം മൂർച്ചോടുമുണ്ടാകുന്നതാണ്. ആ വിധാനത്തിലൊക്കെ ആവുമ്പോഴാണ് അതിന് ഇഷ്ക് എന്ന് പറയാം. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്ത് ചിന്തിച്ചാലും അവിടെയൊക്കെ തിളങ്ങി നിൽക്കുന്ന മുഖം മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരുടെ ചിന്തയിൽ, അവരുടെ മനനത്തിൽ, അവരുടെ ഓർമ്മയിൽ, അവരുടെ വിചാരത്തിൽ, അവരുടെ വികാരത്തിൽ, അവരുടെ കാമത്തിൽ, അവരുടെ മോഹത്തിൽ, അവരുടെ സ്വപ്നത്തിൽ എല്ലാം മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മൗലായ صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഈ സ്വലാത്തിന്റെ ചിറകിലേറിയാൽ മഹബത്തിന്റെ അടിസ്ഥാന വിധാനം ഇസ്തിഹ്സാനാണ്. അതിൽ നിന്ന് അവൻ ഉയർന്നുകൊണ്ട് അവൻ പിന്നെയും പിന്നെയും കൊതിച്ച് മബദ്ധത്തിലെത്തും. മബദ്ധത്തിൽ നിന്ന് മഹബത്തിലെത്തും. മഹബത്തിൽ നിന്ന് അവൻ വല്ലാത്തൊരു വിധാനത്തിലെത്തും. അതിന്റെ പേരാണ് ഇഷ്ക്. ഇഷ്ക് വിട്ടാൽ പിന്നെ സ്വയം മറന്നുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും പിടിക്കുന്നതും നടക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മയിലായി ഹൃദയത്തെ തളച്ചിടുന്ന വിധാനം വരെയുണ്ട്. ഇതിന്റെ സമുന്നതമായ അവസ്ഥയിലേക്ക് ഉയർന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശഅബാനിൽ സമ്മാനിച്ച വളരെ വിശുദ്ധമായ ആത്മീയ വിഭവമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ മജ്‌ലിസ് നൂറിൽ വിശാലമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഉള്ള എല്ലാവരും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഈ രഹസ്യം ഞാനും മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ രക്ഷ ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വലാത്തിൽ മുറുക്കം പിടിച്ചാൽ മതി. സ്വലാത്ത് അധികരിപ്പിച്ചവൻ പരലോകത്ത് കഷ്ടപ്പെടുകയില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വലാത്ത് അധികരിപ്പിച്ചവൻ പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയില്ല, കഷ്ടപ്പെടുകയില്ല, രക്ഷപ്പെടും എന്നത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹു മുസ്തഫാ നബിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, മുസ്തഫാ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ 24 മണിക്കൂറിനെ ഞാൻ 4 ഭാഗമാക്കി തിരിച്ചാല് അതിൽ ഫർദ്, സുന്നത്ത്, പിന്നെ എനിക്ക് ചൊല്ലിപ്പറയാനുള്ള കുറെ കാര്യങ്ങൾ, അത് കഴിഞ്ഞാല് എന്റെ ജീവിതത്തിന്റെ 1/4 ഭാഗത്ത് ഞാൻ ചെയ്യുന്ന ഒരു പണി നിങ്ങളെ മേലിൽ സ്വലാത്തില്ലാണ്. എന്താ നിങ്ങളെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ജീവിതത്തിന്റെ 1/4 ഭാഗം സ്വലാത്തിലുണ്ടല്ലോ, വലിയ സ്വലാത്ത് തന്നെയാണ്, അവിടെ രക്ഷപ്പെടും എന്ന് മാത്രമല്ല പറഞ്ഞത്, നല്ല പണിയാണ് ഈ ചെയ്യണത്. ആ 4/1 എന്നുള്ളത് കുറച്ചും കൂടി കൂട്ടിക്കൊടുത്താ അത്ര എനിക്ക് നല്ലതാണ്. അപ്പൊ കൂടുതൽ സ്വലാത്തല്ലെന്നാ റസൂലുള്ളാഹിന്റെ ആഗ്രഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സഹാബി അറിഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, പകുതി ഞാൻ സ്വലാത്തില്ല,
ജീവിതത്തിന്റെ പകുതി, ഓരോ ദിവസങ്ങളിലെയും പകുതി വേറെ ഒന്നും ചൊല്ലി പറയില്ല, അതിൽ നിങ്ങൾക്കുള്ള സലാത്ത് മാത്രം. അപ്പോഴും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ശൈത, ഉദ്ദേശിച്ച പോലെ ചെയ്തോ, വൈൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, ആ ഒന്നും കൂടി കൂട്ടി കൊടുത്താൽ എനിക്ക് ഖൈർ തന്നെയാണ്. അപ്പൊ പകുതിന്റെ അവിടെ തന്നെയും കൂട്ടണോന്നാ. അപ്പൊ ഈ സഹാബി എന്നൊരു കാര്യം ചെയ്യാ, ജീവിതത്തിന്റെ 2/3 ഭാഗവും ഞാൻ സലാത്ത്, മറ്റൊരു ഭാഗത്താണ് എന്റെ എന്തെങ്കിലും ചൊല്ലിപ്പറയാണെങ്കിൽ ചൊല്ലിപ്പറയലും മറ്റുള്ളൊക്കെ 1/3 ഭാഗത്ത്, 2 ഭാഗത്തും നിങ്ങൾക്ക് വേണ്ടി സലാത്താണ്. അപ്പോഴേ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അത് ഓവറാണെന്നല്ല, അത് കേട്ടോളൂ, സ്വഹീഹായ ഹദീസാണ്. ഇതിന്റെ പരമ്പരയെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ശൈത, എനിക്ക് ഉദ്ദേശം പോലെ ചെയ്തോ, വൈൻ സിത്ത ഫഹുവ ഖൈറുൻ ലക. ഈ വാക്കാണ് എന്നെ വല്ലാതെ ഹദീസിൽ അത്ഭുതപ്പെടുത്തിയത്. ഇനി കൂട്ടിയാൽ അത് ഖൈറാണ് മോനെ, 3/2 ഭാഗമുണ്ട്, അതൊക്കെ ഓവറാണ്, ഞാൻ അതിന്റെ അപ്പുറത്ത് വേറെ എനിക്ക് എന്തെല്ലാം പണിയുണ്ട് ഒക്കെ ചെയ്തോന്നല്ല പറഞ്ഞത്, ഇനി കൂട്ടിക്കൊടുത്താൽ ഖൈർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി ലാസ്റ്റ് ഒരൊറ്റ പ്രഖ്യാപനാണ്, എന്റെ ജീവിതത്തിൽ തൊള്ള തുറന്നാൽ മുഴുവനും ഞാൻ സലാത്തായിരിക്കും, വേറൊരു പണി ഇനി മുതലില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യുക്ഫാ ഹമ്മുക വയുഗ്ഫറു ദംബുക മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണോ എന്റെ അവസ്ഥ? ജീവിതത്തിൽ മുഴു സമയവും സലാത്തിൽ മുഴുകലാണോ എന്റെ തീരുമാനം? എന്നാ പിന്നെ പറയാനുള്ളത്, യുക്ഫാ ഹമ്മുക വയുഗ്ഫറു ദംബുക, ഇനി എനിക്ക് ടെൻഷൻ ഉണ്ടാവൂല, ദോഷങ്ങൾ അല്ലാഹു തആല ആഖിറത്തേക്ക് നീട്ടി വെക്കൂല, അതൊക്കെ പരിഹരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതല്ലേ നമുക്ക് വേണ്ടത്. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ ദുന്യാവ് ആഖിറവുമായില്ലേ. ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല എന്നാ രോഗം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല എന്ന് അതിന് അർത്ഥമില്ല. ചിലരൊക്കെ മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെ സ്വലാത്താണ്ട് കൂട്ടി പള്ളിയിലാണ്ട് വരാൻ തുടങ്ങി, അമലുകൾ തുടങ്ങി, ഇന്നാ സോക്കട്ട് ഉണ്ടാവില്ല എന്നാ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്താ അറിയോ, ഇദാ അറാദല്ലാഹു ബി അബ്ദിൽ ഖൈറ അജ്ജല ലഹുൽ ഉഖൂബ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ഒരു അബ്ദിനെ അബ്ദാക്കി സ്വർഗ്ഗത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാൽ ഉടനെ ചെയ്യല് ദുന്യാവിൽ കുറച്ച് രോഗങ്ങൾ കൊടുക്കുന്നതാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഇമാം തിർമിദി തങ്ങളുടെ ഹദീസാണ്. എന്തിന്? എന്നാ ആഖിറത്ത് കാണ്ട് എന്നാൽ ഒരു കഷ്ടപ്പാടുണ്ടാവില്ല, നേരാണ് സ്വർഗ്ഗത്ത് പോവാം. അതിനാണ് രോഗങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വരുന്നത്. എന്നാ അങ്ങനല്ലേ ഒരു ഉദ്ദേശം അള്ളാഹു അദ്ദേഹത്തിൽ നന്മ വെച്ചിട്ടില്ലേ, ഷർറ് മാത്രമേ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അംസക അൻഹു, അവരെന്ത് തമ്മാടിത്തരം ചെയ്താലും ഒരു രോഗവും അള്ളാഹു തആല കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. പിന്നെ എന്തിന്? അങ്ങോട്ട് വരട്ടെ, അവിടുന്ന് പൂർത്തിയാക്കി കൊടുക്കാന്നായിരിക്കും റബ്ബിന്റെ തീരുമാനം. ഇതാരാ പറഞ്ഞേന്നറിയോ? മുഹമ്മദ് മുസ്തഫ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പരീക്ഷണത്തിന്റെ പ്രതിസന്ധിയുടെ ദുരന്ത മുഖത്ത് നമ്മൾ പെട്ടാലും മനസ്സ് പതറാതെ, കാല് ഇടറാതെ, ചിന്ത ചിതറിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ മനുഷ്യനെ പാകപ്പെടുത്തുന്ന ആന്തരിക ഇന്ധനമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പൊ 2 അമലുകളാണ് വെള്ളിയാഴ്ച പ്രഭാതത്തിലെ സന്ദേശമായതുകൊണ്ട് ഞാൻ എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തിയത്. അത് 2 ഇന്ന് തന്നെ ചെയ്യാനുള്ളതാണ്. എന്നും ചൊല്ലാനും ചെയ്യാനുള്ളതാണ് സ്വലാത്ത്. പ്രത്യേകിച്ച് ഇന്ന്, കാരണം റൗളയിൽ പ്രത്യേക പരിഗണനയിൽ പരമ്പരയെ പരിചയപ്പെടുത്തിയിട്ട് മലക്കൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ അമലാണ് ഇന്ന് സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് 2ഉം അള്ളാഹു തആല നമുക്ക് കൈമുതലാക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഹൃദയത്തിൽ തുറന്നേറ്റെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.
റഹ്മാനായ പടച്ചവനെ, ഞങ്ങൾ ബലഹീനരാണ്, ഒന്നിനും കഴിയാത്തവരാണ്. നീ ബലവാനാണ്, എല്ലാത്തിനും കഴിയുന്നവനാണ്. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പള്ളിയിൽ ഇരുന്നതും വരുന്നതും പറയുന്നതും നാളെ നിന്റെ പൊരുത്തത്തിനുള്ള നിദാനമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അഹബായ മുത്തിന്റെ പവിത്ര ഹളറത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞ മതവും ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും നീ എത്തിച്ചു കൊടുത്ത് മദീനയുടെ അംഗീകാരം വാങ്ങിത്തരണേ അല്ലാഹ്. സ്വലാത്ത് അധികരിപ്പിച്ച് ദുനിയാവിൽ ഇസ്സത്തും പരലോകത്ത് നജാത്തും കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്നോട് അടുക്കാൻ തടസ്സമാകുന്ന രോഗങ്ങൾ നൽകല്ല അല്ലാഹ്, ദുരിതങ്ങൾ നൽകല്ല അല്ലാഹ്, പ്രയാസങ്ങൾ ഏൽപ്പിക്കല്ല അല്ലാഹ്. പരീക്ഷണങ്ങൾ ഈമാൻ പരിശോധിക്കാൻ നീ നടത്തുമെന്ന് ഖുർആനിൽ നീ പറഞ്ഞതാണ്. ഏത് പരീക്ഷണമാണെങ്കിലും സഹിക്കാൻ കഴിയുന്നതിലപ്പുറം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരിശോധന കടുപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, വേദനകൾക്ക്, രോഗങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് പരലോകത്ത് ദറജ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഇബാദത്ത്, ദഅവത്ത്, ഖിദ്മത്ത് മുടങ്ങുന്ന രോഗങ്ങളെ കൊണ്ട് തളർത്തല്ല അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തകന്മാരെ തളർത്തല്ല അല്ലാഹ്, കിടത്തല്ല അല്ലാഹ്, തകർക്കല്ല അല്ലാഹ്. അർഹമുറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് വ്യത്യസ്ത ഖബറുകളിലായി കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ഗുരുവര്യന്മാരുണ്ട്, കൂടെ പഠിച്ചിരുന്നവരിൽ ചിലരൊക്കെ ഖബറുകളിലാണ് അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിറങ്ങുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തടക്കം മുഴുവൻ മയ്യിത്തുകൾക്കും മുഴുവൻ മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരിൽ ആരെങ്കിലും എന്തെങ്കിലും അദാബ് സഹിക്കുന്നെങ്കിൽ അവരെ തൊട്ട് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മദ്ഹിന്റെ പോരിശ കൊണ്ട് അദാബ് ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ കച്ചവടക്കാരുണ്ട്, ബറക്കത്ത് നൽകണേ. പണ്ഡിതന്മാർക്ക് ഇൽമിനെ അഫിയാക്കി കൊടുക്കണേ. ഞങ്ങളെ ഉഖറവിയായ ഉലമായിൽ ഉൾപ്പെടുത്തണേ. മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങളാവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ തമ്പുരാനെ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർക്ക് നീ ഭക്ഷണം നൽകണേ അല്ലാഹ്. മക്കളെ പോലെ സ്നേഹിച്ച് നോക്കി തീറ്റിപ്പോറ്റി വളർത്തുന്ന രക്ഷിതാക്കൾ, കാരണവന്മാർ, സ്നേഹനിധികളായ ചെറുപ്പക്കാര്, പ്രവർത്തകന്മാര്, പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ഭാരവാഹികൾ, അല്ലാഹുവേ, ഇൽമിന്റെ അഹ്ലുകാരെ തോളിലേറ്റിയവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരെ തളർത്തല്ല അല്ലാഹ്, നിരാശപ്പെടുത്തല്ല അല്ലാഹ്. പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരിക്കുന്നതും ഇവിടെ വെച്ച് നിന്നോട് ഇരക്കുന്നതും നീ സ്വീകരിച്ചുകൊണ്ട് ദുനിയാവിന്റെ ആഖിറത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. ഇവിടെ വന്നപ്പോഴേക്ക് പല സദസ്സുകളിലായി ദുആ ചെയ്ത ചില കാര്യങ്ങൾക്കൊക്കെ അത്ഭുതകരമായ സ്പീഡിലുള്ള ഇജാബത്ത് കിട്ടിയത് ചില ആളുകളൊക്കെ വന്നപ്പോൾ പറയുകയുണ്ടായി, ഈ സദസ്സിൽ ഇപ്പോഴടക്കം പടച്ചവനെ ഞങ്ങളെ എല്ലാ ദുആക്കും നീ ഇജാബത്ത് നൽകണേ റബ്ബേ. കടങ്ങളുള്ളവർക്ക് വീട്ടി കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങളുള്ളവർക്ക് മാറ്റി കൊടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങളുള്ളവർക്ക് നീക്കി കൊടുക്കണേ അല്ലാഹ്, അസ്വസ്ഥതകളുള്ളവർക്ക് പോക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ അല്ലാഹുവേ ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും സമൃദ്ധിയിലും ആക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين